നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ സംഭവമല്ല. ഇത് ഒരു സൂചനയാണ്, ഒരു വിളിയാണ്. ജീവിതത്തിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്തോ ശരിയായില്ലെന്ന് തോന്നുന്നുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായി തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കാറില്ല, പക്ഷേ ചില സൂചനകൾ നൽകാറുണ്ട്. അത് ഒരു വീഡിയോ ആയിരിക്കും, ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ചിന്തയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു ദൈവിക സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ, അത് അവസാനം വരെ കേൾക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉറപ്പാണ്. ഇതൊരിക്കലും ഒരു പരീക്ഷണമല്ല, ഇത് ഒരു അനുഭവമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ കാര്യമാണ്. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ മുന്നിൽ 3 ചിത്രങ്ങളുണ്ട്. 1, 2, 3 എന്നീ നമ്പേഴ്സ് ഇട്ടുകൊണ്ട് 3 ചിത്രങ്ങൾ. ഒന്നാമത്തേത് ശിവഭഗവാനാണ്, രണ്ടാമത്തേത് മഹാവിഷ്ണു ഭഗവാനാണ്, മൂന്നാമത്തേത് ഗണപതി ഭഗവാനാണ്. നിങ്ങളുടെ മനസ്സ് ഇതിൽ ഏത് ചിത്രത്തിലേക്കാണോ ചായുന്നത് ആ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവയിലൊന്ന് നിങ്ങൾക്ക് ആകർഷണം തോന്നും, അത് ഉറപ്പാണ്. അതെ, അതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദേശം. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു നമ്പർ വരും, അല്ലെങ്കിൽ ഒരു നമ്പർ നിങ്ങളെ തന്നെ വിളിക്കും. ആ നമ്പർ, ആ ഒരു ചിത്രം നിങ്ങളുടെ ഭാവിയുടെ രഹസ്യം തുറക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ചിന്തിച്ച് തിരഞ്ഞെടുക്കരുത്. ഹൃദയം പറഞ്ഞത് മാത്രം തിരഞ്ഞെടുക്കുക. കാരണം ദൈവം ഹൃദയത്തിലൂടെയാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തുടങ്ങും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇത് കേട്ട ശേഷം മാറാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഫലം ലഭിക്കൂ. അതുകൊണ്ട് കമന്റ് സെക്ഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എഴുതുക. ഇപ്പോൾ സമയമായി. 3, 2, 1. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ദൈവിക ചിത്രത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ എല്ലാവരും തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തുവെങ്കിൽ അതിനെ ഒരു സാധാരണ തിരഞ്ഞെടുപ്പായി കരുതരുത്. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാത്രം വന്നതല്ല, ഇത് ഒരു ദൈവീക ശക്തിയുടെ പ്രേരണയാണ്. ശിവഭഗവാനെ തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ അരികിലാണ് നിൽക്കുന്നത്. ശിവഭഗവാൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത് അവസാനവും തുടക്കവും ഒരുമിച്ചുള്ള ശക്തിയാണ്. ഒരു കാര്യം അവസാനിപ്പിച്ച് പുതിയതിന് വഴി തുറക്കുന്ന ശക്തി. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അവ അവസാനിക്കാനുള്ള ഘട്ടത്തിലാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ മനസ്സിൽ ഒരു ഭാരമുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് വൈകുകയാണ്. ഇത് നിങ്ങളുടെ ഒരു ഫെയിലിയർ അല്ല, ഇത് ടൈമിംഗ് ആണ്. ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉടൻ തന്നെ ഉണ്ടാകും. ആദ്യം ചില പഴയ കാര്യങ്ങൾ തകരും, പിന്നീട് പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. ഇത് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും, പക്ഷെ അതിന് പിന്നാലെ വരുന്ന മാറ്റം വളരെ ശക്തമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിന്ന് 7 മുതൽ 21 ദിവസത്തിനുള്ളിൽ ഒരു ക്ലിയർ സിഗ്നൽ നിങ്ങൾക്ക് ലഭിക്കും. അത് തീർച്ചയാണ്. അതൊരു പക്ഷെ ഒരു ജോലിയായിരിക്കാം, ധനമായി വരാം, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ സന്തോഷ വാർത്തയായിരിക്കാം. നിങ്ങൾ ഏറെ കാത്തിരുന്ന കാര്യം മുന്നോട്ട് പോകാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ദിവസവും രാവിലെ ഓം നമഃശിവായ എന്ന മന്ത്രം കുറഞ്ഞത് 11 തവണ ചൊല്ലുക. ഇത് നിങ്ങളുടെ എനർജിയെ മാറ്റും, മനസ്സിന് ശാന്തി നൽകും. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് യാദൃശ്ചികമല്ല, ഇതൊരു റിമൈൻഡർ ആണ്. നിങ്ങളുടെ സമയം എത്തിയെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ സഹിച്ച കഷ്ടങ്ങൾ അവയെല്ലാം ഫലം കാണാൻ പോവുകയാണ്.
ഇത് കേട്ടവർ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതുക. നിങ്ങളുടെ വിശ്വാസം ഉറപ്പാക്കുക. നിങ്ങൾക്കും കുടുംബത്തിനും ശിവഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തുവെങ്കിൽ ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു സൂചനയാണ്. വിഷ്ണു ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ജീവിതത്തിൽ ഒരു സ്ഥിരത വരാനിരിക്കുന്നവരാണ്. വിഷ്ണു ഭഗവാൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? സംരക്ഷണം, രക്ഷ, സമതുലിതാവസ്ഥ, ജീവിതം തകരാതെ നിലനിർത്തുന്ന ശക്തിയാണ് ഭഗവാൻ, അല്ലെ? അതായത് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾ സുരക്ഷിതരാണ് എന്നതാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും തോന്നുന്നത്. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കൽ സന്തോഷം, ഒരിക്കൽ വിഷമം, ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ പൂർണ്ണമായി ഡൗൺ ആയിട്ടില്ല, കാരണം ഒരു ശക്തി നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട്. വിഷ്ണു ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റം സഡനായി വരില്ല. അത് പതിയെ പതിയെ സ്ഥിരമായി വരും. ഒരു ചെറിയ അവസരം, ഒരു ചെറിയ മാറ്റം, അതുകൊണ്ട് തന്നെ വലിയ മാറ്റം സംഭവിക്കും. ഇന്നു മുതൽ 10 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തും. അത് ധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ചേഞ്ച് ആകാം, അല്ലെങ്കിൽ ജോലിയിൽ ഒരു വളർച്ചയാകാം. നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന സ്റ്റെബിലിറ്റി അത് എത്താൻ തുടങ്ങും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ദിവസവും രാവിലെ ഓം നമോ നാരായണായ എന്ന മന്ത്രം 11 തവണ ചൊല്ലുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരും, മനസ്സിന് സമാധാനം നൽകും. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് യാദൃശ്ചികമല്ല, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതം പതിയെ ശരിയായ വഴിയിലേക്ക് പോകുന്നു എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കേട്ടവർ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുക. നിങ്ങൾക്കും കുടുംബത്തിനും വിഷ്ണു ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു ശക്തമായ സൂചനയാണ്. ഗണപതി ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവർ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ കടന്നു പോകാൻ പോകുന്നവരാണ്. ഗണപതി ഭഗവാൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? വിഘ്നങ്ങൾ നീക്കുന്ന ശക്തിയാണ്, അല്ലെ? തുടക്കങ്ങളുടെ ദൈവമാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ നല്ല കാര്യങ്ങൾക്ക് തുടങ്ങുന്നതിന് മുൻപും നമ്മൾ ഗണപതി ഭഗവാനെ സ്മരിക്കുന്നത്. അതായത് തടസ്സങ്ങൾ നീക്കുന്നു, വഴികൾ തുറക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വിഘ്നേശ്വരന്റെ കടാക്ഷം ഉണ്ടാകണം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്നെ തടസ്സങ്ങൾ വരികയാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. മനസ്സിൽ എപ്പോഴും ഒരു ഫ്രസ്ട്രേഷനാണ്, എന്തുകൊണ്ടെല്ലാം വൈകുന്നു എന്ന ഒരു ചിന്തയാണുള്ളത്. പക്ഷേ ഇത് സ്ഥിരമായ അവസ്ഥയല്ല. ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവർക്ക് മാറ്റം സഡനായിട്ട് വരും എന്നതാണ് ഒരു പ്രത്യേകത. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആകുന്ന ഒരു മൊമെന്റ് വരും. അവിടെ നിന്ന് കാര്യങ്ങൾ സ്മൂത്ത് ആയി തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയം മുതൽ 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് മാറും. ജോലി, പഠനം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ്, അതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വലിയ ഒരു റിലീഫ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും രാവിലെ ഗണപതിയെ ശരണം അല്ലെങ്കിൽ ഓം ഗംഗണപതയെ നമഃ എന്ന മന്ത്രം 11 പ്രാവശ്യം ചൊല്ലുക. ഇത് നിങ്ങളുടെ വഴിയിലെ എനർജി ക്ലിയർ ചെയ്യും, തടസ്സങ്ങൾ കുറയാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഗണപതി ഭഗവാൻ നിങ്ങളെ വഴികാട്ടുകയാണ്. നിങ്ങൾ ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾ അവ ഒന്നൊന്നായി മാറാൻ പോവുകയാണ്. ഇത് കേട്ടവർ കമന്റ് ബോക്സിൽ ഗണപതിയെ ശരണം എന്നെഴുതുക. നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും വിഘ്നേശ്വരൻ ഇല്ലാതാക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.